നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇനി ഒരു തരത്തിലും ആരുമായിട്ടും ചർച്ചകൾ നടത്തേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. ഇറാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉത്തര കൊറിയയും ശക്തമായൊരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. ആർക്ക് മുന്നിലും അടിയറവ് പറയുന്നില്ല, ആർക്ക് മുന്നിലും മുട്ടുമടക്കുന്നില്ല. ഇനി ശബ്ദിക്കാൻ പോകുന്നത് തങ്ങളുടെ നാവല്ല, മറിച്ച് തങ്ങളുടെ ആയുധങ്ങളായിരിക്കും. അതിഭീകരമായൊരു കരുനീക്കം കിം ജോങ് ഉൻ നടത്തിയതിൽ അമേരിക്കയടക്കം വിരളി പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഉത്തര കൊറിയ തന്നെ വലിയൊരു ശക്തി പ്രകടനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും വലിയ സുരക്ഷാ ചർച്ചകൾക്ക് വാതിൽ തുറന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന നിയന്ത്രണത്തിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിടുന്നത്. രാജ്യത്തിന്റെ സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2 തന്ത്രപ്രധാന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണമാണ് വളരെ വിജയകരമായി തങ്ങൾ നടത്തിയിരിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തോടനുബന്ധിച്ച കടലിലാണ് ഈ പരീക്ഷണം നടന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഡിസംബർ 28 പുലർച്ചെ പ്രത്യേക സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. ഈ പരീക്ഷണം ആസൂത്രണം ചെയ്ത് വളരെ രഹസ്യപരമായ ഒരുക്കങ്ങളോടെ ഇത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടും ഇതിനെ കണ്ടെത്താനോ ഇതിനെ കൃത്യമായി മനസ്സിലാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉത്തര കൊറിയ അത്ര രഹസ്യമായി തന്നെയാണ് ഇത് പൂർത്തീകരിച്ചത്. മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾ മുതൽ റഡാർ സംവിധാനങ്ങൾ വരെയുള്ള പല ഘടകങ്ങൾക്കും ഉത്തര കൊറിയൻ സൈനിക നേതൃത്വത്തിന്റെ കർശന മേൽനോട്ടത്തിലുള്ള പ്രവർത്തനം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷണം നടക്കുന്ന സമയത്ത് തന്നെ ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ നേരിട്ട് ആ മേഖലയിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ ഓരോന്നോരോന്നായി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. കമാൻഡ് പോസ്റ്റുകളിൽ നിന്നും സൈന്യത്തിന്റെ ലൈവ് ഓപ്പറേഷൻസ് അത് കൃത്യമായി അദ്ദേഹം വിലയിരുത്തി. അത് നിരീക്ഷിച്ച കിം ആകട്ടെ മിസൈൽ വിക്ഷേപണത്തിന് മുന്നേ തന്നെ മുതിർന്ന സൈനിക തലവന്മാരുമായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ സ്വാധീനവും സുരക്ഷയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നാം പ്രവർത്തിക്കണം. പ്രതിരോധ ശേഷിയുടെ സ്ഥിരമായ പരിഷ്കരണവും വികസനവും ഏറെ അനിവാര്യമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ആർക്കു മുന്നിലും മുട്ടുകുത്താനും തങ്ങൾ തയ്യാറാകരുത് എന്നുള്ള കാര്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പരീക്ഷണത്തിന്റെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറും ഒരു സാങ്കേതിക പരിശോധനയല്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മറിച്ച് ഭാവിയിൽ തങ്ങൾക്ക് നേർക്ക് ഉയർന്നു വരാൻ പോകുന്ന ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കാനും തിരിച്ചടി നൽകാൻ കനത്ത പ്രത്യാക്രമണം കൊടുക്കാൻ കഴിയുന്ന അതിശക്തമായ സ്ട്രാറ്റജിക് ഡിറ്റൻഡൻസ് എന്ന നില കൈവരിച്ചിട്ടുണ്ടോ, അത് തന്നെയാണ് നിലവിൽ പരിശോധിച്ചിരിക്കുന്നത്. അതിനെ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ അഭ്യാസത്തിലൂടെ ഉത്തര കൊറിയ നോക്കുന്നതും ആ ഒരു ഡിഫൻസ് സംവിധാനം തന്നെയാണ്. ലോകവേദിയിൽ പല സാഹചര്യത്തിലും ഉത്തര കൊറിയയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവർക്കുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ്, സൂചന കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. ഇനിയും തങ്ങൾക്ക് നേർക്ക് ആക്രമണ ഭീഷണികളോ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉത്തര കൊറിയ നോക്കിയിരിക്കില്ല. ഈ പാശ്ചാത്യ ശക്തികളെ അടിച്ച് നാമാവശേഷമാക്കുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. ഏത് തരത്തിലും ഏത് ഭീഷണികളെയും എതിർക്കാൻ സജ്ജമായ സൈനിക ശേഷി തങ്ങളുടെ കൈവശമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ അതിശക്തമായ രാഷ്ട്രീയ സന്ദേശമെന്ന രീതിയിൽ നൽകുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൂന്നി പ്രത്യേകമായി പറയുന്നുണ്ട്. ദീർഘദൂര മിസൈൽ യൂണിറ്റുകളുടെ പ്രത്യാക്രമണ ശേഷിയും പോരാട്ട സാധ്യതയും ഒക്കെ കൃത്യമായി പരിശോധിച്ചു. അത് വിലയിരുത്തിയിട്ടുണ്ട്. ഏത് ഭൂഖണ്ഡം വരെ ഇത് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ആദ്യം വിലയിരുത്തുന്നത്. രാജ്യത്തിന് മേലുണ്ടാകുന്ന വിദേശ ഭീഷണികൾ തന്നെയാണ് ഉത്തര കൊറിയയെ സംബന്ധിച്ച് ഇപ്പോൾ ചെറുക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ശക്തമായ ഒരു പ്രതിബദ്ധതയുടെ പ്രതീകമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പരീക്ഷണവും. ആണവായുധ വകുപ്പിൻ്റെ പരിധിയില്ലാത്തതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള വികസനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. പരീക്ഷണങ്ങൾ ഇനിയും ആവർത്തിക്കും. പുതിയ കണ്ടുപിടുത്തങ്ങളുമായി വീണ്ടും രംഗത്ത് വരും. ലോകത്തെ തന്നെ വിറപ്പിക്കുമെന്ന് തന്നെയാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പറയുന്നത്. മിസൈലുകൾ 2 മണിക്കൂറിലധികമാണ് ആകാശത്തിലൂടെ 100 കണക്കിന് മൈൽ വേഗത്തിൽ സഞ്ചരിച്ചത്. ലക്ഷ്യത്തിൽ കൃത്യതയോടുകൂടി അത് പതിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ദക്ഷിണ കൊറിയൻ സൈനിക സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഉത്തര കൊറിയയ്ക്ക് അടുത്തുള്ള സുനാൻ പ്രദേശത്ത് നിന്നാണ് രാവിലെ 8 മണിക്ക് ഈ മിസൈൽ വിക്ഷേപണം നടത്തിയത്. ആണവസേന സുസ്ഥിരമായി ശക്തിപ്പെടുത്താൻ ഉത്തര കൊറിയ സജീവമായി തന്നെ നീക്കം നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മിസൈൽ പരീക്ഷണങ്ങളിൽ വേഗത്തിൽ മുന്നേറുകയാണ് ഉത്തര കൊറിയ. 2019 കിം ജോങ് ഉൻ ട്രംപുമായൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആണവ ചർച്ചയായിരുന്നു അത് പരാജയപ്പെട്ടു. അതിനെ തുടർന്നാണ് ഉത്തര കൊറിയയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ആണവ ശക്തി എന്ന നിലയിൽ ലോകത്തോട് തന്നെ ചൂണ്ടിക്കാട്ടിയത്. തങ്ങൾ ആരോടൊപ്പവും ഒത്തുചേർന്ന് നിൽക്കേണ്ടതില്ല, തങ്ങൾ തന്നെ ഒരു വലിയ ശക്തിയാണെന്നുള്ളത് ഉത്തര കൊറിയ അന്നു മുതൽ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ആണവ അന്തർവാഹിനി മുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ
പല തരത്തിലുള്ള ശേഷിയാർന്ന വിവിധ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നത്, റഷ്യയുടെ സൗഹൃദം അത് കൂടുതൽ ചേർത്തു നിർത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഉത്തര കൊറിയ പുതുതായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയുടെ പ്രദർശനവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 8700 ടൺ ഭാരമുള്ള വിശാലമായൊരു കപ്പലിനടുത്ത് കിം ജോങ് ഉൻ സഞ്ചരിക്കുന്ന ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അങ്ങനെയുള്ള യൂണിറ്റുകൾ സമുദ്ര പ്രതിരോധത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ അടുത്തടുത്തായി നടത്തുമ്പോൾ അതൊക്കെ തന്നെ ഉത്തര കൊറിയയെ വലിയ തോതിൽ പ്രകോപിതരാക്കാറുണ്ട്, ചൊടിപ്പിക്കാറുണ്ട്. ഉപരോധങ്ങൾ, ആണവ നിരായുധീകരണ ചർച്ചകളിലെ തകരാർ, ഇതൊക്കെ തന്നെയാണ് ഉത്തര കൊറിയയെ ഈ സൈനിക മേഖലയിൽ അവർ ഒരു മേൽക്കൈ നേടണമെന്നുള്ള ചിന്തയിലേക്ക് നയിക്കുന്നത്. അതിനൊരു വലിയ മുതൽക്കൂട്ടായി മാറിയത് തന്നെയാണ് റഷ്യയുമായിട്ടുള്ള സൗഹൃദം. പുടിനുമായി ചേർന്ന് നിന്നുകൊണ്ട് പല വികസന പദ്ധതികളിലും ആയുധ പരീക്ഷണങ്ങളിലും ഒക്കെ തന്നെ പങ്കാളികളായി മാറിയതും. വിദേശ സമ്മർദ്ദങ്ങൾ ഇത്തരത്തിൽ കടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളായി ഉത്തര കൊറിയയും റഷ്യയും മാറുന്നു എന്ന് വേണം ഈ ആഗോള സാഹചര്യത്തിൽ നാം വിലയിരുത്തേണ്ടത്. പ്രതിരോധ ശക്തി തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളതെന്ന് ഈ രണ്ടു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ഇപ്പോൾ വളർന്നു വരുന്ന ഈ മിസൈൽ പരീക്ഷണങ്ങൾ, ആണവ അന്തർവാഹിനികളുടെ പ്രദർശനങ്ങൾ, ഇതിനെയൊന്നും തന്നെ വെറുതെ ഒരു ശക്തി പ്രകടനമെന്ന രീതിയിൽ നോക്കിക്കാണരുത്. മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ആഗോള ഉപരോധങ്ങളെയും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളുടെയും ശക്തമായ തിരിച്ചടി തന്നെയാണ്. അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് തങ്ങൾ ഒരു ദുർബലരായ രാഷ്ട്രമല്ല, മറിച്ച് പൂർണ്ണ സന്നദ്ധതയുള്ള പ്രതിരോധ ശക്തിയായി മാറിയ ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് ലോകത്തോട് തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നു ഉത്തര കൊറിയ. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള വൻകരകളെ പോലും ലക്ഷ്യമിടാൻ കഴിയുന്ന, അതിർത്തി സംരക്ഷണത്തെ ഭേദിക്കാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള ഒരു ആയുധക്കലവറയും ആയുധശേഖരവും പ്രതിരോധ ശക്തിയുമായി ഇന്ന് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ ഭീഷണികളൊക്കെ തന്നെ മറ്റാർക്കുമല്ല, അമേരിക്കയ്ക്ക് തന്നെയാണ് ഉയരുന്നത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളെ ഉത്തര കൊറിയ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതിനെതിരായിട്ടുള്ള സ്വാഭാവികമായ പ്രതിരോധമെന്ന രീതിയിൽ മാത്രം തന്നെയാണ് ഈ മിസൈൽ വികസനവും ഈ നീക്കങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ലോകക്രമത്തിൽ പുതിയൊരു സായുധ ധ്രുവീകരണത്തിന് വേണ്ടി ഉത്തര കൊറിയ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിൽ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളി വാർത്ത പ്ലസ്, like, share and subscribe.